ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് അടപ്രഥമൻ പായസമാണ്. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് നമ്മുടെ അടപ്രഥമൻ പായസം. അപ്പോൾ അത് നമ്മൾ ഇന്ന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അടയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം അടയുടെ പാക്കറ്റാണ്. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത്രയാണ് നമ്മുടെ അടയുള്ളത്. അതിൽ ഇതേപോലെ വലിയ പീസസ് ആയിട്ടുള്ളത് അതായത് നമുക്ക് കൈ വെച്ച് ഇതേപോലെ ഒടിച്ചെടുക്കാം. അങ്ങനെ ഒടിച്ചിട്ട് കുറച്ച് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് ഒടിച്ചെടുക്കാം. എന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ പീസായിട്ട് കിടക്കുന്നില്ലേ, അതൊന്ന് ഒടിച്ചെടുക്കാം. അതേസമയം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കണം. നമുക്ക് ഈ അട ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം ഞാനിപ്പം കുറച്ച് ചെറിയ പീസസ് ആയിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അട അത് വേവിക്കാനായിട്ട് ഇടാം. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് വേണം അട വേവിക്കാനായിട്ട് ഇടാൻ. കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അതേസമയം നമുക്കിനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇവിടെ ശർക്കര ഞാനൊരു 500 ഗ്രാം ശർക്കര എടുക്കുന്നുണ്ട്. അതിന് കറക്റ്റ് ഒരു പാകമാണ്. ഒരു 200 ഗ്രാം നമ്മുടെ അടയ്ക്ക് ഒരു 500 ഗ്രാം ശർക്കരയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ശർക്കര കുറയ്ക്കാം. ഞാനിപ്പോൾ ഒരു 500 ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ശർക്കര അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് ഉരുകി മെൽറ്റായിട്ട് വരും. ഇതേപോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തിളച്ചു പോയി നമ്മുടെ ബർണറിലൊക്കെ വീഴും. പിന്നെ അത് ബർണറെല്ലാം കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അട നന്നായിട്ട് നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. വെന്തിട്ട് ഞാനിവിടെ തണുത്ത വെള്ളത്തിലേക്ക് വേണം വേവിച്ച അട നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇടണം, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പം അങ്ങനെ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ അടുപ്പിലേക്ക് നമ്മൾ അടികട്ടിയുള്ള ഒരു പാത്രം, നമ്മൾ ഏതിലാണോ പായസം ഉണ്ടാക്കുന്നത്, ഉരുളിയോ വലിയ ഏതെങ്കിലും കട്ടിയുള്ള പാത്രമോ എന്താണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അരിച്ചെടുക്കുമ്പം ചൂടോടെ അരിക്കുമ്പോൾ സ്റ്റീലിൻ്റെ ഏതെങ്കിലും അരിപ്പയിലായിട്ട് അരിക്കാൻ ശ്രദ്ധിക്കുക. ആറിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അരിപ്പയിൽ ചെയ്യാം. അപ്പം നമ്മൾ ഈ ശർക്കര എല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ശർക്കരയിൽ കിടന്നിട്ട് നമ്മുടെ അട നന്നായിട്ടൊന്ന് വെന്ത് വരണം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി ഇത് ഞാൻ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ കുതിർത്ത് ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചവ്വരി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്താൽ മതി. കുക്കറിലിട്ട് നമ്മൾ ചവ്വരി സെപ്പറേറ്റ് വേവിച്ചിട്ട് നമുക്കത് ഇതിലേക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞെടുക്കാം. നമ്മളിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. 1-ാം പാലും 2-ാം പാലും അത്രേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരയിൽ കിടന്നിട്ട് കുറച്ച് ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിക്കുമ്പോഴത്തേക്കും നല്ല ലൂസാണ്. ഇനി ഇതിൽ കിടന്ന് ഒത്തിരി നേരം അടപ്രഥമനാണ് അറിയാമല്ലോ, കുറച്ചേറെ സമയം എടുത്ത് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് അടപ്രഥമൻ. മറ്റേ സാധാരണ നമ്മുടെ പായസം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പക്ഷെ അടപ്രഥമൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സമയം എടുത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കാരണം ഈ പാല് ഇനി ഈ 2-ാം പാല് കിടന്ന് ഇത് തിളച്ച് ഇത് നന്നായിട്ട് വറ്റി കുറുകി വരണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വെന്ത് കുറുകി ഈ പരുവമായി കഴിയുമ്പം നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഏലക്ക പൊടിച്ചത് ഇതേപോലെ നന്നായിട്ട് കുറുകി വരണം. പാലെല്ലാം വറ്റി ശർക്കരയിലൊക്കെ കിടന്നത് ഇതേപോലെ കുറുകി വരണം. ഇനി അഥവാ നിങ്ങൾ കുറുകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ലേശം കോൺഫ്ലവർ കലക്കിയത് വളരെ കുറച്ച് മാത്രം കേട്ടോ ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്. കുറുകി വന്നില്ലെങ്കിൽ മാത്രം, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് മാത്രമാണ്. നമ്മളിപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല അല്ലാതെ. ഇനി ഈ ഒരു സ്റ്റേജ് കുറുകി എത്തിയതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പാലാണ്. 1-ാം പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം തിളയ്ക്കാനും പാടില്ല. നന്നായിട്ട് ചൂടാകാം, അത് മാത്രമേ പാടുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് തിളയ്ക്കാതെ ശ്രദ്ധിച്ചോളാം. അപ്പോൾ നമ്മുടെ 1-ാം പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പായസത്തിന് നല്ല കറക്റ്റ് നമ്മൾ അടപ്രഥമൻ്റെ കളറും ടെക്സ്ചറും എല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു രീതി മതി നമുക്ക്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളയ്ക്കാതെ തന്നെ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. ശരിയായി. ഇനി നമുക്കിതിലേക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. വേറൊരു പാനിലേക്ക് കുറച്ച് ആവശ്യത്തിനിട്ട് നമുക്കിനി കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കണമല്ലോ നമുക്കതിന് മണ്ടയ്ക്ക് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം.
തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ഞാൻ അണ്ടിപ്പരിപ്പൊന്നും ഇടുന്നില്ല, കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെയുള്ളൂ ഞാൻ അണ്ടിപ്പരിപ്പും എള്ളും ഒക്കെ ഇടുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം കേട്ടോ, കരിയരുത്, പക്ഷേ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പായസത്തിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഒരു അടിപൊളി മണവും ഒക്കെയാണ് അല്ലേ. അപ്പോൾ പായസത്തിൽ തേങ്ങാക്കൊത്ത് തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് പറയണം കേട്ടോ. അങ്ങനെ ചിലർക്ക് ഇഷ്ടമാണല്ലോ പായസത്തിന് തേങ്ങാക്കൊത്തൊക്കെ പെറുക്കിയെടുത്ത് കഴിക്കാൻ, അങ്ങനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് മതി നമുക്ക്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഇനി കിടന്നു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പം ഈ ഒരു രീതി മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് നേരം കിടന്നു കഴിഞ്ഞാൽ ഇതങ്ങ് ഒത്തിരി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഇതേപോലൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം, കാരണം പെട്ടെന്ന് തന്നെ കരിയാൻ സാധ്യതയുണ്ട്. കരിഞ്ഞ ടേസ്റ്റ് വന്നാൽ നമ്മുടെ പായസത്തിന് ആകെ മൊത്തം അങ്ങനെ ഒരു ടേസ്റ്റാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡ് മാത്രമേ വരാവുള്ളൂ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് മുന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ടുണ്ട്. നമ്മൾ അടപ്രഥമന് എള്ളിടാറുണ്ട് പായസത്തിൽ. എള്ളുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനാണ്. എള്ളില്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. എള്ളിടാറുണ്ട് സാധാരണ. അങ്ങനെ അതും ഇട്ട് അതും ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ തേങ്ങാക്കൊത്തെല്ലാം ഇട്ട് കൊടുത്തു. ഇനി അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ എള്ളും വറുത്തത് നമുക്ക് ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ കിസ്മിസും ഇട്ട് കൊടുക്കുക. ഇവിടെ ആർക്കും കിസ്മിസ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. കിസ്മിസും നമ്മൾ സാധാരണ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ഇടാറുണ്ടല്ലോ, അങ്ങനെ. ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല, വെറുതെ പെറുക്കി കളയത്തേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഇവിടെ റെഡിയായി. ഇനി പഴവും പപ്പടമൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നു. ഓണത്തിന് എന്തായാലും എല്ലാവരും അടപ്രഥമനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. മധുരം മാത്രമേ ഉള്ളൂ വേരി ചെയ്യുന്നത്. നമുക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ച് കുറയ്ക്കാം. ഇല്ല നല്ല മധുരത്തോടെ തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ ശർക്കര ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി എന്താ പറയുക അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടമുണ്ട്, പഴമുണ്ട്, ഇതൊക്കെ കൂട്ടി കഴിക്കാം. പഴം കൂട്ടി അടപ്രഥമൻ കഴിക്കാനാണോ അതോ പപ്പടം കൂട്ടി അടപ്രഥമൻ കഴിക്കാനാണോ എനിക്ക് ഇഷ്ടം എന്ന് പറയണം കേട്ടോ. ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ്. ചിലർക്ക് പപ്പടം കൂട്ടി കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പഴം കൂട്ടി കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിരിക്കും ഇഷ്ടം. ഓക്കെ, എനിക്ക് പഴം കൂട്ടി കഴിക്കാനാണ് കുറച്ചും കൂടെ താല്പര്യം. പിന്നെ വീട്ടിൽ എല്ലാവരും പഴം കൂട്ടിയാണ് അടപ്രഥമൻ കഴിക്കുന്നത്. പിന്നെ ചിറ്റപ്പനൊക്കെയാണ് പപ്പടം കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കഴിക്കാൻ ഇഷ്ടമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്.